സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മഹത്യകൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ തോറ്റതിന്, +2 തോറ്റതിന്, അല്ലെങ്കിൽ പ്രണയം, നൈരാശ്യം, അങ്ങനെയുള്ള പല പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവണം മാനക്കേട്, നാണക്കേട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ആത്മഹത്യകൾ ഉണ്ടാവുന്നത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എൻ്റെ ഈ ദിവസങ്ങളുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നമുക്കൊരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, നമ്മൾ ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു എന്നുള്ള രീതിയിൽ വരുമ്പോൾ, മറ്റുള്ളവർക്ക് നമുക്ക് എന്തൊരു തെറ്റ് സംഭവിച്ചു എന്നുള്ള തരത്തിൽ ഒരു വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നമ്മളുടെ ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് ശരിയുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാരാണ്, നിങ്ങൾക്ക് സഹായം ചെയ്യുന്നവരാരാണ്, ആരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ, എന്തൊക്കെയായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഞാനിത് പറയാൻ വരുന്ന കാര്യം, നമ്മൾ ഈ പെട്ടെന്ന് കയറി ആത്മഹത്യ ചെയ്യുക. ഇപ്പം എൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് തെറി എഴുതി വിടുന്ന ആൾക്കാർ, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, കാണാത്ത പല ആൾക്കാർ, അറിയാത്ത പല ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു, വിളിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നു. എൻ്റെ പല ബന്ധുക്കൾ പോലും എന്നെ വിളിക്കണ പോലും ഇല്ല. മനസ്സിലായ എടാ എന്താ ഇങ്ങനെ ഒരു പ്രോബ്ലം, എല്ലാവരും അറിഞ്ഞു. ഈ ലോകം മൊത്തം എൻ്റെ ആ കേസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയായി. ഞാൻ ഇതാണ് പറഞ്ഞത്, ഇവരൊന്നും നിങ്ങളുടെ ബന്ധുക്കളല്ല, അല്ലെങ്കിൽ ഇവരാരും നിങ്ങളുടെ ആരുമല്ല. അപ്പം നിങ്ങൾ ആരുമല്ലാത്ത ആരൊക്കെയോ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷനാവാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരുമല്ലാത്ത ആരൊക്കെയോ കുറിച്ചിട്ട്. ഇതിന് വളരെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായ റോബിൻ ഡെൻബാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പറഞ്ഞത്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഓക്കെ, ഇവൻ എല്ലാ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണോ, ഒരുത്തൻ ചോദിക്കുകയാണ് അതിൽ നീ ഹീറോ ആവാനുള്ള ശ്രമമാണോ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഹീറോ ആവാനായിട്ട് എന്തിനാണ് ഞാൻ ശ്രമിക്കുന്നത്? എനിക്ക് ഹീറോ ആയിട്ട് ആരാധകരുണ്ടാക്കിയിട്ട് എനിക്കെന്താ കാര്യം? ഞാൻ എൻ്റെ ചിന്തകൾ ഞാൻ പറയുന്നു, അതിന് എനിക്ക് ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കുക, അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റുകൾ ഇടുക, തെറി വിളിക്കുക. അപ്പോൾ ഈ പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഈ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ റോബിൻ ഡെൻബാർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞിരിക്കുന്നത്, ഒരു 150 പേര് മാത്രമായിട്ട് നമുക്ക് ബന്ധം പുലർത്താൻ പറ്റുള്ളൂ. 150 പേര്. ഈ 150 പേരേക്കാൾ വിട്ട് നമുക്കൊരാളായിട്ട് ബന്ധം തന്നെ വയ്ക്കാൻ പറ്റില്ല. ഈ 150 പേരിൽ തന്നെ നമുക്ക് അതിൽ 5 പേരുണ്ട്. ഈ 5 പേര്, 150ൽ 5 പേര് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളായിരിക്കും. ഏറ്റവും അടുത്ത് നമ്മളായിട്ട് ബന്ധമുള്ള 5 പേര് മാത്രമാണ്. പിന്നെ അതിലാൾ പറയണത് 15 പേര്, അത് നമ്മളെ സഹായിക്കുന്നവരായിരിക്കും, അതീവ അടുപ്പമുള്ളവരായിരിക്കും 15 പേര്. പിന്നെ 50 പേര് നമ്മൾ സ്ഥിരമായിട്ട് ഇടപെടുന്നവരാണ്. 50 പേര് നമ്മൾ സ്ഥിരമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് ഈ 150 പേരിൽ. പിന്നെ അതിൽ പറഞ്ഞത്, പിന്നെ അതിൽ ഈ 150 പേരിലല്ല, ആൾ പറഞ്ഞ 50 പേരാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇടപെടുന്നവർ. 150 പേരിലല്ല, 5 പേര് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും, പിന്നെ 15 പേര് നമ്മളെ സഹായിക്കാനായിട്ട് മനസ്സുള്ളവർ, പിന്നെ 50 പേര് നമ്മൾ സ്ഥിരമായിട്ട് ഇടപെടുന്ന സുഹൃത്തുക്കൾ, പിന്നെ 150 പേര് വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കറിയാവുന്ന ആൾക്കാരുടെ എണ്ണം. അതാണ് 150 പേര് എന്ന് പറയുന്നത്. 150 പേര്, അതാണ് 150 പേര്. 50 പേര് നമ്മൾ സ്ഥിരമായിട്ട് ഇടപെടുന്നവർ, 15 പേര് നമ്മളെ സഹായിക്കുന്ന അതീവ അടുപ്പമുള്ളവർ, 5 പേര് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും. ഓക്കെ, ഇതാണ് നമ്മുടെ സുഹൃത്ത് വലയം. നമ്മുടെ ഈ ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിലായാലും നമ്മുടെ സുഹൃത്ത് വലയം എന്ന് പറയുന്നത് മാക്സിമം 150 പേരാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ SLCയിൽ തോറ്റു, +2ൽ തോറ്റു എന്നൊക്കെ പറഞ്ഞ് പ്രണയനൈരാശ്യത്തിനൊക്കെ പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഈ 150 പേരെന്ന് പറയുന്നത് തന്നെ 800 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ 0.00002% എന്ന് പറയുന്നത് 160 പേരാണ്. 800 കോടിയുടെ 0.00002 എന്ന് പറയുന്നത്, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 5 പൂജ്യവും ഒരു 2 ഇട്ട് കഴിഞ്ഞാൽ ആ പേഴ്സൻറ്റേജ് ആണ് 800 കോടിയുടെ. ആ പേഴ്സൻറ്റേജ് ആണ് 160 പേരെന്ന് പറയുന്നത്. ഈ 160 പേർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, നിങ്ങൾ സ്ട്രെസ് ചെയ്യുന്നത്. അവരെന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയിലാണ് നിങ്ങൾ ടെൻഷൻ ആവുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ?
ഈ 800 കോടി ജനങ്ങളിലെ 160 അല്ലെങ്കിൽ 150 പേര് വെച്ച് ആരും തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആരും തന്നെ നിങ്ങളെക്കുറിച്ച് ബോധേഡ് ആരും നിങ്ങളെ സഹായിക്കണം ചിന്തിക്കണില്ല. ആരും നിങ്ങളെ ആക്രമിക്കണം ചിന്തിക്കണില്ല. അത് ഈ 150 പേരിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. മാക്സിമം പോയാൽ 150 പേര്. ഈ 150 പേരെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കണോ, 150 പേരെ വിഷമിപ്പിക്കണോ, അവർ സന്തോഷിപ്പിക്കണോ എന്നുള്ളത് ചിന്തിച്ചിട്ടാണോ നിങ്ങൾ ജീവിക്കണത്? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ വേണം. അത് ഈ 150 പേർക്ക് വേണ്ടിയിട്ടാകരുത്. അതിൽ 150 പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിനോ വിശേഷങ്ങൾക്കോ വിശേഷ ദിവസങ്ങളിലോ വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുന്ന ആൾക്കാരാണ്. അതിൽ 5 പേര് മാത്രമാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ശരിയാണ്, എന്നെ 5 പേരെക്കാളും കൂടുതൽ പേഴ്സണലി ബന്ധമുള്ളവർ വിളിച്ചിട്ടില്ല. എൻ്റെ കൂടെ പഠിച്ചവർ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ചർച്ചിലുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ നാട്ടുകാരായിട്ടുള്ള 5 പേരാണ് എന്നെ ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിച്ചിട്ടുള്ളത്. 15 പേര് മീൻസ് അത് അടുത്തൊരു 5 പേര് എന്നെ വിളിച്ച് വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അവരുടെ വിഷമങ്ങൾ പറഞ്ഞു, നീ വിഷമിക്കണമെന്ന് പറഞ്ഞവർ. പിന്നെ ഒരു 15 പേര് നമ്മൾ സഹായിക്കാനായിട്ട് അധികം അടുപ്പമുള്ളവർ. പിന്നെ 50 പേര് സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടപെടുന്നവർ. പിന്നെ 150 പേര് ഈ പറഞ്ഞ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ വിളിക്കണമെന്ന് നമ്മളുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്ന സമയം വരെ നമ്മൾ ഇടപെട്ടിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ മാക്സിമം 150 പേര്. ഈ 150 പേർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ സന്തോഷിക്കുന്നത്, നിങ്ങൾ ദുഃഖിക്കുന്നത്, നിങ്ങൾ ജോലി ചെയ്യുന്നത്, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഈ 150 പേർക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ സമൂഹം മൊത്തം ചിന്ത, എല്ലാവരുടെയും ചിന്ത മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്നെ കുറിച്ച് ഞാനിത് ചെയ്താൽ, ഞാനിത് പറഞ്ഞാൽ, ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ, ഈ പള്ളികളിലും മറ്റുള്ള സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞേ എല്ലാം കൂടിയിട്ടാണ് ഞാൻ പറയണേ. ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് എന്നെ തോന്നും, എന്ത് തോന്നും? എനിക്കും ഈ അപകർഷതാബോധം ഉണ്ടായിരുന്നു. ഞാനും ഇതിൽ ഇല്ലാത്ത ആളൊന്നുമല്ല. എനിക്കൊരു വരിയുടെ ഫ്രണ്ടിൽ പോലും പോയി നിൽക്കാനായിട്ട് സാധിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അപകർഷതാബോധം, ഈ അപകർഷതാബോധം ഉണ്ടാക്കപ്പെടുന്നതാണ് ഈ സമൂഹത്തിന് തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഭയവും അപകർഷതാബോധവും ഈ പഠന സമയങ്ങളിൽ വീടുകളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളറിയാതെ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നതാണ്. ഞാനിതിൽ എൻ്റെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. എൻ്റെ പഠന വിഷയം സൈക്കോളജി അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് സൈക്കോളജി. പഠന വിഷയം കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇഷ്ടവിഷയങ്ങൾ പലതുമുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. പല പ്രശ്നങ്ങളും ഉണ്ടാവും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. 150 പേർക്കോ 200 പേർക്കോ വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതം നിങ്ങൾ കളയരുത്, അല്ലെങ്കിൽ നശിപ്പിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കൂടെ നിൽക്കേണ്ടവരുടെ കൂടെ നിൽക്കുക, അവൻ്റെ അടുത്ത് പോവുക. ഞാനൊരാളായിട്ട് സൗഹൃദം ഉണ്ട്, അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അവനുമായിട്ട് സൗഹൃദം ഉണ്ടെന്ന് നാട്ടുകാരറിഞ്ഞാൽ അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ അവനുമായിട്ട് സൗഹൃദം ഇല്ല. ഇതാണ് നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവം. നമ്മളങ്ങനെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ, ഇപ്പൊ പള്ളികളിലൊക്കെ അങ്ങനെയാണ്. ഞാനൊരു അഭിപ്രായം പറയണം, അപ്പോൾ കേൾക്കുന്നവൻ ചിന്തിക്കുന്നത് ഇവൻ എൻ്റെ സുഹൃത്താണോ, ഇവൻ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവൻ്റെ അഭിപ്രായം നല്ലതാണ്, പക്ഷേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഇതാണ് കുടുംബങ്ങളിൽ പോലും നടക്കുന്ന പൊളിറ്റിക്സ്, കുടുംബ പൊളിറ്റിക്സ്. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തേക്ക് കഴിയുന്ന പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്സ്, പിന്നെ ഭാഷാ പൊളിറ്റിക്സ്, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്സ്. ഇതൊക്കെ അതിൻ്റെ മറ്റ് വേർഷൻസ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 150 പേര് 200 പേരെ നോക്കേണ്ട കാര്യമില്ല. അത് മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ, മറ്റുള്ള ആൾക്കാരെ നശിപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളൊരു കാറ് മേടിക്കുന്നത്, നിങ്ങളൊരു വീട് പണിയണത്, നിങ്ങളൊരു ജോലി സെലക്ട് ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങളൊരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ മറ്റുള്ളവരെ നോക്കി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം ദുരിതപൂർണമായിരിക്കും. മരണം വരെ ദുരിതമായിരിക്കും. മരിക്കുമ്പോൾ പോലും അയ്യോ ഞാൻ മരിക്കണ സമയത്ത് ആൾക്കാർ എന്ത് ചിന്തിക്കാവോ, അങ്ങനെ ചിന്തിക്കും. ഞാൻ കിടക്കണ പൊസിഷൻ ശരിയാണോ, ഇനി ഇങ്ങനെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചിന്തിക്കുക? ആൾക്കാർ എന്ത് ചിന്തിച്ചാലും നമുക്കെന്താണ്? അത് അവൻ്റെ ചിന്തയല്ലേ. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ചിന്തകൾ വിടുക, അത് നമ്മുടെ വിഷയമല്ല, അത് അവൻ്റെ പ്രശ്നമാണ്. അത് അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അവൻ അതിനെക്കുറിച്ച് പറയുകയോ എന്ത് വേണേലും ആയിക്കോട്ടെ. ഞാൻ അങ്ങനെയാണ് എൻ്റെ നാട്ടിൽ ജീവിച്ചത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാണ്ട് ഞാൻ വെറുതെ ഉപദേശം തരാൻ വേണ്ടി വന്ന ആളൊന്നുമല്ല. എൻ്റെ അനുഭവം, ഇപ്പം ഉണ്ടായ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അനുഭവമാണ്. പലരും വിളിച്ച് പറയണം, നീ വീഡിയോ ചെയ്യരുത്, നീ അങ്ങനെ പറയരുത്, നീ ഇങ്ങനെ പറയരുത്. അത് അവരുടെ അഭിപ്രായമാണ്. നമ്മളതിനെ ബഹുമാനിക്കണം. എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് തെറി പറയാനോ ചീത്ത പറയാനോ നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ എൻ്റെ ഈ പ്രശ്നങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നു. അത് പറഞ്ഞു. ഞാൻ നാളെ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പം ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും? ആര് പറയും എനിക്ക് വേണ്ടിയിട്ട്? അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. അപ്പം നിങ്ങളാരും
ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ പരീക്ഷയിൽ തോറ്റുപോയി, നിങ്ങൾക്ക് ജോലി ലഭിച്ചില്ല, നിങ്ങൾക്ക് IELTS ലഭിച്ചില്ല, വിദേശത്ത് പോകാൻ പറ്റിയില്ല. നിങ്ങളുടെ മറ്റുള്ളവരെന്ത് ചിന്തിക്കണമെന്ന് ചിന്തിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. മറ്റുള്ളവർ എന്ത് വേണേലും ചിന്തിച്ചോട്ടെ, മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വേണേലും എഴുതി വിട്ടോട്ടെ, ന്യൂസിൽ അടിച്ചു വിട്ടോട്ടെ. ഇന്നിപ്പോൾ ഒരു 100 പരം ചാനലുകളിലാണ് എന്നെക്കുറിച്ച് വാർത്ത വന്നോട്ടെ. എന്താണ് പ്രശ്നം? നിങ്ങളെ മനസ്സിലാക്കുന്ന നിന്റെ കുടുംബാംഗങ്ങൾ നിന്നെ മനസ്സിലാക്കുന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ അവരും ഈ സമൂഹത്തിന്റെ കൂടെയായിരിക്കും, അവരും ഈ സമൂഹത്തിന്റെ കൂടെയാണ്, അവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അവർ സപ്പോർട്ട് ചെയ്യില്ല. കാരണം വ്യക്തമായിട്ടുള്ള അഭിപ്രായം അതുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. അത് പബ്ലിക്കായിട്ട് പറയണമെങ്കിലോ അതിനും അവർക്കൊരു ആംബിയർ വേണം, അവർക്കൊരു ധൈര്യം വേണം. അതില്ല. കാരണം ഭയമാണ് സപ്ലൈ ചെയ്യുന്നത്. ഈ സമൂഹം നിങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ഭയമാണ്. ഭയം അത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണ്. എന്തോ എങ്ങനെയോ എൻ്റെ തലയിൽ നിന്ന് ആ കുറച്ച് ഭയം ഉണ്ടായിരുന്നു. അത് ഞാൻ പതുക്കെ പല സമയങ്ങളിലും കളഞ്ഞതുകൊണ്ട് എനിക്കിന്നിപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നു. എൻ്റെ പേരിൽ ഇതുവരെ ഒരു കേസ് പോലും ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ നെർവസ് ആവും. അത് ഞാൻ തരണം ചെയ്തു. അത് എന്നെ ചിലർ സഹായിച്ചുകൊണ്ട് ഞാൻ തരണം ചെയ്തു. അപ്പോൾ ആ ഭയം നമ്മളിൽ നിന്ന് പോയി. പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ അവർ പറയണം ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കിരിക്കുന്നവരാണ്. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രഷർ ഉണ്ടാവും, അവരുടെ മുകളിൽ നിന്നുള്ള മേലുദ്യോഗസ്ഥ പ്രഷർ ഉണ്ടാവും. നമ്മളത് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അവരോട് നമുക്ക് ആരും ദേഷ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം തെറ്റായിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചാൽ ഓഫ് കോഴ്സ് അവിടുന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാകും. ആ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ലോകം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സദ്ഗുരുവിന്റെ ഒരു വീഡിയോയിൽ ആൾ പറയുന്നുണ്ട്, സദ്ഗുരുവിന്റെ ഒരു വീഡിയോയിൽ പറയുന്നത്, നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഭാര്യ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെട്ടു, നിങ്ങളുടെ സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു, നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു യോഗയുണ്ട്, യോഗ. അതിനാൾ പറഞ്ഞത്, മൂക്ക് പൊത്തി പിടിക്കുക, വായും പൊത്തി പിടിക്കുക. മൂക്കും വായും പൊത്തി പിടിച്ചിട്ട് ഒരു 3 മിനിറ്റ് നിങ്ങൾ നിൽക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ നഷ്ടപ്പെട്ടതൊന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ നഷ്ടം. നിങ്ങളുടെ ജീവനാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം. നിങ്ങളുടെ ഏറ്റവും വിലയുള്ളത് ജീവനാണ്. അത് മൂക്കും വായും പൊത്തി പിടിച്ചൊരു 3 മിനിറ്റ് നിന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ നഷ്ടപ്പെട്ടതൊന്നുമല്ല നിങ്ങളുടെ യഥാർത്ഥ നഷ്ടം. നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ സുഹൃത്തോ നിങ്ങളുടെ കാമുകിയോ നിങ്ങളുടെ പണമോ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ പഠിപ്പോ നിങ്ങളുടെ എന്തോ ആയിക്കോട്ടെ, ഇതിനേക്കാളൊക്കെ അപ്പുറം നിങ്ങൾക്ക് വിലപ്പെട്ട സാധനം നിങ്ങളുടെ ജീവനാണ്. അത് മൂക്കും വായും പൊത്തി പിടിച്ച് ഓക്സിജൻ കിട്ടാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നല്ല ഈ പറഞ്ഞ സംഭവമാണ്, ഇത് ജീവനാണ് ഏറ്റവും വലുത്. അപ്പം ജീവൻ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അത് മാറി, നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറി ഒരു നല്ലൊരു സമയം നിങ്ങൾക്ക് വരും. ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. അത്രയാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ. ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുകയും ഞാൻ അവരുടെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് ആർക്കെങ്കിലും കേട്ട് ഒരാൾ ആത്മഹത്യയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ നിരാശയിൽ നിന്നോ അവർ പുറത്തേക്ക് വരികയാണെങ്കിൽ വരട്ടെ. എനിക്കിതിപ്പോൾ എല്ലാവരും വിളിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ ആർക്കെങ്കിലും അയച്ചു കൊടുത്തിട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോ ചെയ്യണതിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് എനിക്ക് ഹീറോ ആവാനോ, ഞാൻ ഓൾറെഡി ഹീറോയാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഹീറോ ആകാൻ വേണ്ടി ചെയ്യുന്നത്? ഞാൻ ഹീറോ ആണെന്നേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്നെ വിശ്വസിപ്പിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞില്ല, 800 കോടി ജനങ്ങളിലെ 150 പേരും അല്ലെങ്കിൽ 200 പേരുമായിട്ടാണ് നിങ്ങളിപ്പോൾ ബന്ധപ്പെടുന്നുള്ളൂ. ബാക്കി 700 കോടി ആൾക്കാർ അപ്പുറത്ത് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഇനിയിപ്പോൾ എനിക്ക് ഇവരാരും എല്ലാവരും 700 കോടി ആൾക്കാർ എനിക്ക് എത്ര എൻ്റെ ആയുസ്സിൽ പണിയെടുത്താലും എനിക്ക് എൻ്റെ ഹീറോ ആക്കാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിന് ശതമാന കണക്കുണ്ട്. ഒരു ശതമാനമാണ് എനിക്ക് പറ്റുക മാക്സിമം പോയാൽ. ഇപ്പം മോഹൻലാലും മമ്മൂട്ടിക്കൊക്കെ ചിലപ്പോൾ പറ്റുന്നുണ്ടാകാം. എങ്കിലും അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള മലയാളികളല്ലാത്ത ആൾക്കാർ ഇവർ അറിയുന്നുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ ഹീറോകളാണ്. ഒരു 3 കോടി ആൾക്കാരുടെ ഹീറോകളാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു 20 കോടി 30 കോടി അല്ലെങ്കിൽ വേണ്ട 100 കോടി ആൾക്കാർ ഹീറോകളാണ് അവർ. അത്ര വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരും ഹീറോ ആകാൻ നമുക്ക് പറ്റില്ല. ഒരാളുടെ ഹീറോ ആകാൻ പറ്റുമോ? ഒരാളുടെ മതി. ഒരാളുടെ ഹീറോ ആയാൽ മതി. നിങ്ങളുടെ മകൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയോ നിങ്ങളൊരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ഒരാളുടെയോ ഒരു ഹീറോ നിങ്ങൾക്ക് ആകാൻ പറ്റുമോ? അത് മതി. ആ ഹീറോ ആകാനായി ആ ഹീറോ അത് മാത്രം നിങ്ങൾ ആവാൻ ശ്രമിച്ചാൽ മതി. അല്ലാണ്ട് ഈ ലോകത്തിലുള്ള 700-800 കോടി ജനങ്ങളിൽ നിന്ന് ഹീറോ ആവേണ്ട കാര്യം നമുക്കില്ല, സാധിക്കില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിരാശനാവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിരാശയാകേണ്ട കാര്യമില്ല. ഇത് ഇന്ന് നമ്മളൊരു കണ്ടന്റാണ്. ഇന്നത്തെ കണ്ടന്റ് 1 മാസം കഴിഞ്ഞാൽ ഈ കണ്ടന്റ് മാറി, അടുത്ത കണ്ടന്റ് വന്നു. അവരെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അവർക്ക് സംസാരിക്കാൻ ഒരാൾ വേണം, അവർക്ക് സംസാരിക്കാൻ ഒരു നെഗറ്റീവ് കാര്യം വേണം.
മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. അല്ലാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ആശയം, സമൂഹത്തിന് ഗുണമുള്ളൊരു ആശയം, അല്ലെങ്കിൽ രണ്ടുപേര് കൂടി ഇരുന്നിട്ട് നമുക്ക് നല്ലൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യണം, അതിൽ കൂടെ ഇന്ന ചെയ്യണം, സമൂഹത്തിന് ഗുണം ചെയ്യണം, എത്ര പേരുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കൂടെ സംസാരിക്കുന്നത് പരമാവധി ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, ചിക്കൻ, മട്ടൻ, കുക്കിംഗ്, അല്ലെങ്കിൽ 2 പെഗ് അടിക്കണ കാര്യം, ഇതൊക്കെ തന്നെ എല്ലാവരും സംസാരിക്കണത്. അല്ലാണ്ട് ഇപ്പോൾ വേറെ എന്താണ് ഇവിടെ ഒരു പുസ്തകത്തിനെ കുറിച്ച് സംസാരിക്കുന്നവരോ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളവരോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു സ്പേസ് ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇല്ല താനും. ആൾക്കാർ കൂടിയിരുന്ന് സംസാരിക്കുന്നത് 2 പെഗ് അടിക്കുക, ഒരു സിനിമയ്ക്ക് പോവുക, കുറച്ച് ഷോപ്പിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഇപ്പം എന്താ, അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അവർ കുറ്റപ്പെടുത്തുന്ന ഇത്രേ അവർ സംസാരിക്കുന്നുള്ളൂ. അതിൽ ചിലപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ആവും, നിങ്ങൾ കണ്ടന്റ് ആവും നാട്ടിലാ, അവൻ ഇതിലായിട്ടാ, അവൻ അന്നേ അവൻ പ്രശ്നക്കാരനാണ്. ഈ വക കുറച്ച് സംസാരങ്ങൾ 1 മാസം അവർ സംസാരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ മാറി, അടുത്ത ആൾ വന്നു, അടുത്ത ആളെ കുറിച്ച് അവൻ സംസാരിക്കും. അത്രേ ഉള്ളൂ ഇവിടെ. അല്ലാതെ നിങ്ങൾ ഇതിനെക്കുറിച്ച് അയ്യോ ഞാൻ നാണം കെട്ടേ, ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ഈ ആൾക്കാരെ ഫേസ് ചെയ്യും, എൻ്റെ ബാങ്ക് ജപ്തിയായേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ജപ്തി ആവട്ടെന്നേ, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ ആവണേ? നിങ്ങളെ ബാങ്ക് ജപ്തി ചെയ്തിട്ട് കൊണ്ടുപോട്ടെ, നിങ്ങൾ വാടക വീട്ടിൽ പോയി താമസിക്കുക. എത്രയോ ആൾക്കാർ ഈ ലോകത്തിൽ വാടക വീട്ടിൽ താമസിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ടെൻഷൻ ആകാതിരിക്കുക. സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മാറും. നിങ്ങളാരും കൊല്ലുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവനാരും ഭീഷണിയല്ലെങ്കിൽ, നിങ്ങൾ സമാധാനത്തിലായിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞില്ലേ, സദ്ഗുരു പറഞ്ഞതുപോലെ ഏറ്റവും വലുത് ജീവനാണ്. അത് നിങ്ങളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും വലുത് ജീവനാണ്. നിങ്ങളുടെ പണമോ നിങ്ങളുടെ കുടുംബക്കാരോ നിങ്ങളുടെ ആരുമല്ല. ഏറ്റവും വലുത് നിങ്ങളുടെ ജീവനാണ് നിങ്ങൾക്ക് വലുത്. അത് പോകാനായിട്ട് നമുക്ക് ആർക്കും താല്പര്യമില്ല. അപ്പം അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അത് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ, ആരെങ്കിലും ടെൻഷൻ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്ക്. അവരെ ടെൻഷൻ പോകട്ടെ. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ നാട്ടിലൊരാൾ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് അന്ന് പോയി ആത്മഹത്യ ചെയ്തു. എനിക്ക് ആളൊന്ന് രക്ഷിക്കാൻ പറ്റിയില്ല. ആളുടെ പ്രശ്നം ഞാൻ പറയുന്നില്ല, ചെറിയൊരു പേഴ്സണൽ പ്രോബ്ലം. എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് ഈ നാട്ടിലുള്ള എല്ലാവരോടും ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ആൾ ആത്മഹത്യ ചെയ്തു. ടെൻഷൻ, ചെറിയൊരു കാര്യം. ഞാൻ ആ വിഷയം പറയുന്നില്ല. ആൾ മരിച്ചുപോയി, നമ്മുടെ സുഹൃത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്തത്. ആ വ്യക്തി ആത്മഹത്യ, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള അപമാനം പോടാ പുല്ലേന്ന് പറയണം. ഒരു പ്രണയം ഇതായിപ്പോയി, ഒരു പ്രണയം ഇല്ലാണ്ടായിപ്പോയി, സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ. അപ്പം ഇതൊക്കെ വെറും നൈമിഷികമായ ചിന്തകളാണ്, നിസ്സാരമായ ചിന്തകൾ, സെക്കൻഡുകൾ, മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചിന്തകൾ. അത്രയേ ഉള്ളൂ. അമ്മയും മക്കളും പോയി ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? വീട്ടുകാർ മൊത്തത്തിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം. സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് പഠനത്തിൽ നിന്ന് കിട്ടുന്നില്ല, കുടുംബത്തിൽ നിന്ന് കിട്ടുന്നില്ല, മത പുരോഹിതരിൽ നിന്ന് കിട്ടുന്നില്ല, സൗഹൃദങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. ഇത് വരുമ്പോഴാണ് അത് വ്യക്തി ഇതാവുന്നത്. എവിടെന്നെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ്, ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം. അല്ലാണ്ട് ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ച്, ഇന്ന് രാവിലെ പഠിച്ചിന്ന്, ഇന്നലെ രാത്രി പഠിച്ച്, ഇന്ന് കാണാപ്പാടം പഠിച്ച് പറയുന്നവനല്ല. ഞാൻ എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. പുത്തഞ്ചിറയിൽ വന്ന് നിങ്ങൾ ഈ നാട്ടിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? എത്രയോ അപമാനങ്ങൾ. എൻ്റെ ബാഗിൽ കഞ്ചാവാണെന്ന് വരെ പറഞ്ഞ് പരത്തിയ ആൾക്കാരുണ്ട്. കഞ്ചാവേ ബാഗിൽ ലാപ്ടോപ്പ് തൂക്കിയിട്ട് ജോലിക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മളോട് വൈരാഗ്യമുള്ളവർ നുണ പ്രചരിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ എന്തെല്ലാം എത്രയോ കല്യാണ മുടക്കികൾ ഈ നാട്ടുകളിലുണ്ട്. എല്ലാ നാട്ടിലുണ്ട് കല്യാണ മുടക്കികൾ. മനസ്സിലായില്ലേ? ഇനി നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയേ, പള്ളിയിലേക്ക് ഇറങ്ങി നോക്കിയേ, അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഇറങ്ങി നോക്കിയേ. നിങ്ങളെ നെഗറ്റീവ്സ് മാത്രം പറയുന്ന ആൾക്കാർ, നെഗറ്റീവ്സ് മാത്രം. ഇപ്പം എൻ്റെ തലയിൽ മുടിയില്ല, ഓക്കെ, അപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഓ മുടിയൊക്കെ പോയല്ലേ, വിഷമം പള്ളിയിൽ ചെല്ലുമ്പോണ്ടാ. ഞാൻ പള്ളിയിൽ പോകാറില്ല ഇപ്പോൾ. അതായത് മറ്റുള്ളവൻ്റെ വിഷമം ചൂണ്ടിക്കാണിച്ച് അവൻ അവിടെ നിന്ന് കുത്തി നോവിക്കുക, അതിലെ ആനന്ദം കണ്ടെത്തുന്ന നാർസിസ്റ്റാണ്, സാഡിസ്റ്റാണെന്ന് പറയില്ല, നാർസിസ്റ്റാണെന്ന് പറയും. ഓ അവരൊന്നും അറിയില്ല, നമുക്കൊരു ചൂണ്ടിക്കാണിക്കാനും പറ്റില്ല, നമ്മൾ വിഷമിക്കുകയും ചെയ്തു. അവർ നമ്മുടെ ഒരു കുശലാന്വേഷണം നടത്തിയതാണ്. ഇനി ഒരാൾ ഗൾഫിൽ നിന്ന് ജോലി വിട്ടിട്ട് നാട്ടിൽ വന്ന ഒരാളാണെങ്കിലോ, അവനറിയാം, ഈ ചോദിക്കുന്നവനറിയാം നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അവനൊരു കുത്ത്, എടാ നീ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തുണ്ടാവും അവിടെ നിനക്ക്, എങ്ങനെയുണ്ട്? അവൻ ജോലി പോയി നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ കറങ്ങി നടക്കാണ്. അപ്പോൾ അവനോടൊരു ചോദ്യം. ഇനി കല്യാണം കഴിക്കാത്ത ആൾക്കാരാണെങ്കിലോ അവരോടൊരു ചോദ്യം. ഒരു 35 വയസ്സായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പുരുഷനാണുമ്പോൾ, കല്യാണം എങ്ങനെയുണ്ട്, എന്താ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ,
ഒന്നും ആയിട്ടില്ല. അവനറിയാം ഒന്നും ആവില്ല എന്നറിയാം. കാരണം ചിലപ്പോൾ അവന് ജോലി ഉണ്ടാവില്ല, അവന് കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. അവന് ചിലപ്പോൾ എൻ്റെ പോലെ തലയിൽ മുടി ഉണ്ടാവില്ല. അപ്പം അവനോട് അതായിരിക്കും ചോദിക്കും. ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ്. ഈ എത്ര ആൾക്കാരുണ്ട് ഞാൻ അവസാനം തെറി വിളിക്കേണ്ടി വന്നിട്ടുണ്ടെന്നറിയോ? അപ്പോൾ ആരായി? ഞാൻ പ്രശ്നക്കാരനായി, ഞാൻ തെറി വിളിക്കുന്നവനായി. പിന്നെ ക്ഷീണം, എനിക്ക് ഭയങ്കര ക്ഷീണമുള്ളൊരു വ്യക്തിയാണ്. തടിയില്ല ശരീരത്തിന്, ആകെ 50 കിലോ താഴെ വെയിറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള കാര്യമാണ്, എന്തൊരു ക്ഷീണം. അതാണ് അവരുടെ പ്രശ്നം. നാട്ടിലെ മൊത്തം ആൾക്കാർ ഇവിടെ ഓടാണ് രാവിലെ എഴുന്നേറ്റിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നെ കാണുമ്പോൾ ഞാൻ ഇവരൊക്കെ കാണും. പിന്നെ ഈ കറുത്ത് ഞാൻ കറുപ്പിനെ ഇത് പറയല്ല, നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത് വെളുപ്പിനാണ് ഭംഗി. കറുപ്പിനും ഭംഗിയുണ്ട്, വെളുപ്പിനും ഭംഗിയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞായിട്ട് പറയണ്ട. കണ്ടു കഴിഞ്ഞൊരു ഭംഗിയില്ലാത്ത ആൾക്കാർ, അങ്ങനെ പറയില്ല, കണ്ടു കഴിഞ്ഞൊരു ഭംഗിയില്ലാത്ത ആൾക്കാർ, പ്രായമായിട്ട് കുഴിയിലേക്ക് കാലുന്നിട്ടിരിക്കുന്ന ആൾക്കാർ, ഇവരെന്നോട്, ഞാൻ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ എന്നിൽ ഭംഗിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, എനിക്ക് ഭംഗി നിങ്ങളുടെ കാഴ്ചയിൽ ഉണ്ടാവില്ല, എനിക്ക് ഭംഗിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നീ ആകെ ക്ഷീണിച്ചിരിക്കണല്ലോ, ഈ പറഞ്ഞ ആൾ കുഴിയിലേക്ക് കാലുന്നിട്ടിരിക്കുക, ഒരു 10 വർഷം കഴിഞ്ഞാൽ തട്ടിപ്പോവും നോർമലി. അപ്പം ഞാൻ ചേട്ടനാകെ ചാവാറായല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായി? പ്രായമായുള്ള ആളെ അപമാനിച്ചു എന്നായി. നിങ്ങൾക്ക് മനസ്സിലായി? പ്രായമായുള്ള ആളെ അപമാനിച്ചു എന്നായി, തർക്കുത്തരം പറഞ്ഞു എന്നായി. നമ്മളിത് പറഞ്ഞു കേട്ട് നെഗറ്റീവ് അടിച്ച് പോരണം. നിങ്ങളൊരാളെ കാണുമ്പോൾ വെറുതെ പറഞ്ഞോ. ഇനി അടുത്ത കാര്യമുണ്ടോ, കല്യാണം കഴിച്ച് കുട്ടിയായിട്ടില്ലെങ്കിലോ? കല്യാണം കഴിച്ചിട്ട് എന്തായി, കുട്ടിയായോ? കുട്ടി ആയിട്ടില്ലെന്ന് അവർക്കറിയാം. എന്നാൽ കുട്ടിയാവുമ്പോൾ ഒന്ന് കൺഗ്രാജുലേഷൻസ് പറയണ്ടേ? നീ കുട്ടിയായില്ല, ഓക്കെ, വളരെ സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പറയുന്നില്ല. നിങ്ങളൊന്ന് ഭംഗിയായി കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചാൽ, നിങ്ങൾ ഭംഗിയുള്ള വസ്ത്രം ഇട്ടെന്ന് പറയുന്നില്ല. ഭംഗിയിടാത്ത വസ്ത്രം ഇട്ടെന്ന് പറയും, എടാ നിനക്ക് നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് നടന്നൂടെ? ഇതേപോലെയുള്ള കുറെ ഊളകൾ, കുറെ നെഗറ്റീവ് ഓളികളുണ്ട് നമ്മുടെ നാട്ടിൽ. മനസ്സിലായില്ലേ? നെഗറ്റീവ് മാത്രം പറഞ്ഞ് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മളെ നിരാശയാക്കുന്ന ആൾക്കാർ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് പഠിക്കാനോ ജോലിക്കോ പള്ളിയിലേക്കോ അമ്പലത്തിലേക്കോ മോസ്കിലേക്കോ എവിടേക്ക് പോകുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഒരാള്, ഓക്കെ, നിങ്ങളെ കാണാനായിട്ട് ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ഈ പറയുന്ന ആൾക്ക് എന്താ നഷ്ടം? പറയുന്നവന് നഷ്ടമില്ല, കേൾക്കുന്നവന് നഷ്ടമില്ല, ആർക്കും നഷ്ടമില്ല. ഇനി 10 പേര് കേട്ടാലും വെറുതെ പറഞ്ഞോ, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഇന്നത്തെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ 800 കോടി ജനങ്ങൾക്ക് ഈ വീഡിയോ എത്തണേ അവരോട് ചോദിക്കുക. ഇല്ല. ഈ സമൂഹം എന്ന് പറയുന്നത് നെഗറ്റീവ് ഓളികളാണ്, നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരുകളാണ്. നിങ്ങളെങ്ങനെ, അത് അവൻ്റെ ഉള്ളിലെ എനർജി അതാണ്, അവൻ്റെ ഉള്ളിലെ സോൾ അതാണ്. അവനെ സ്നേഹിക്കുന്നില്ല. ഞാനൊരാളോടും, ഞാൻ ഈ ഇടപെട്ട നാട്ടിൽ ചെന്നിട്ട് ഒരാളോടും ഞാൻ ചോദിച്ചിട്ടില്ല, എടാ നീ എന്താടാ ഇങ്ങനെ, അത് ചോദിക്കും അവൻ്റെ അടുത്ത് പേഴ്സണലി. എൻ്റെ ആത്മസുഹൃത്താണെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും. പബ്ലിക്കായിട്ട് ഞാൻ അവനെ ഞാൻ അപമാനിക്കാൻ ഞാൻ നിന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇത്ര ഉച്ചത്തിൽ ആ കോൺഫിഡൻസോട് കൂടി പറയണത്. എല്ലാവരിലും ഭംഗിയുണ്ട്. നിങ്ങൾ അവനെ കണ്ട് നിങ്ങൾക്ക് അവനിൽ ഭംഗി വരും. ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സ്ഥിരമായിട്ട് കാണുന്ന അവനറിയാം എനിക്ക് ജോലിയില്ല എന്നറിയാം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നറിയാം, അല്ലെങ്കിൽ എൻ്റെ ക്ഷീണമാണെന്നറിയാം. അങ്ങനെ എന്നെക്കുറിച്ച് എല്ലാം അറിയുന്നവൻ എന്നോട് തന്നെ പബ്ലിക്കായിട്ട് ചോദിക്കുകയാണ്. അപ്പൊ അവന്റെ ഉദ്ദേശം ശരിയല്ല. അവൻ അപ്പം മറുപടി കൊടുത്തോളണം. അവൻ രണ്ടാമതിനി നമ്മളോടോ വേറൊരാളോടോ ചോദിക്കാൻ അവസരം വരരുത്. അപ്പോൾ തന്നെ അവന് മറുപടി കൊടുത്ത് അവന്റെ വായ അടപ്പിച്ച് അവനെ നാറ്റിച്ചിരിക്കണം. അല്ലെങ്കിൽ അവന് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അത് ചിലപ്പോൾ ആത്മഹത്യയിൽ ചിലപ്പോൾ ആവും. 10ാം ക്ലാസ് തോറ്റ് പള്ളിയിൽ വരുന്ന ഒരുത്തനായിരിക്കും, അമ്പലത്തിൽ വരുന്ന ഒരുത്തനായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ചെല്ലുന്ന പയ്യനായിരിക്കാം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിരിക്കാം. അവനോടായിരിക്കും ചോദിക്കണേ, എടാ എന്താ ഇതിന്റെ റിസൾട്ട്? നീ വലിയ പഠിപ്പിസ്റ്റായിരുന്നല്ലോ, നിനക്ക് എത്രയും മാർക്ക്, ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ? അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. തോറ്റിരിക്കണമെന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിലെ ആൾക്കാരുടെ സ്വഭാവം. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ വീഡിയോ ടെൻഷൻ അടിച്ചിരിക്കുന്നവർ, എന്ത് വിഷയമായിക്കോട്ടെ, അവന്റെ പ്രണയോ, 10ാം ക്ലാസ്സിൽ തോറ്റതോ, പ്ലസ് 2 തോറ്റതോ, ജോലി കിട്ടാത്തതോ, വിദേശത്ത് പോകാൻ പറ്റാത്തതോ, നാട്ടിൽ നാണക്കേടായതോ, പോലീസ് പിടിച്ചതോ, എന്തും ആയിക്കോട്ടെ, അവനയച്ചു കൊടുക്ക്. ഇനി അവൻ എന്നെ വിളിക്കണ്ട. അവന് ഈ വീഡിയോ അയച്ചു കൊടുത്താൽ അവന് ദൈവം ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ നെഗറ്റീവായിട്ടുള്ള ചിന്തയിൽ നിന്ന് അവൻ പുറത്തേക്ക് വരും. അവൻ ആത്മഹത്യ ചെയ്യില്ല, അല്ലെങ്കിൽ അവൻ നിരാശനായിട്ട് വീട്ടിലിരിക്കില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങും. അവൻ പുറത്തേക്ക് ഇറങ്ങി പോടാ പുല്ലേ, ചോദ്യം ചോദിക്കുന്നവരടുത്ത് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ പോകും. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ജംഗ്ഷനിൽ പോയിട്ട് അവിടെ പോയിരുന്നു, ഞാൻ ചായ കിടന്നൊരു ചായ കുടിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ, നെൽസൺ ജയിലിലാണ്, നെൽസൺ ആകെ പ്രശ്നത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ നുണപ്രചരണത്തിന് അവിടെ തീരുമാനമായി, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാലോ? ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ ഇവരിതിങ്ങനെ റൂമേഴ്സ് അടിച്ചുകൊണ്ടിരിക്കും, വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇറങ്ങി ഫ്രണ്ടിൽ അങ്ങോട്ട് നിൽക്കുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും
നിങ്ങൾ ഇറങ്ങി നിൽക്കുക. ഞാൻ അങ്ങനെ ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ഞാൻ നിന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ, സിമ്പിൾ കാര്യങ്ങൾ, നിങ്ങൾ അതിനു വേണ്ടി ഡ്രഗ്സോ അല്ലെങ്കിൽ എന്താ പറയുക മദ്യമോ അതല്ലെങ്കിൽ വലിയ മരുന്നുകളൊന്നും ഒരുപാട് കഴിക്കണ്ട. നിങ്ങൾക്കിത് നിങ്ങളുടെ മനസ്സിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ചിന്തകളാണ് ഞാൻ പറയണേ. അല്ലാതെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന, ഞാനൊരു സാധാരണക്കാരൻ പറയുന്ന കാര്യമാണിത്. അല്ലാണ്ട് ഞാൻ സൈക്കാട്രിസ്റ്റ് ഒന്നല്ല, സാധാരണക്കാരനാണ് ഈ പറയുന്നത്. എനിക്കുണ്ടായ അനുഭവം അടിച്ചു നോക്കൂ, എൻ്റെ പേര് ഗൂഗിളിൽ അടിച്ചു നോക്കൂ. എൻ്റെ വീട്ടുപരയിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കണേ എങ്കിൽ എൻ്റെ ഒഫീഷ്യൽ 60 പേജുകളിൽ നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോയും എന്നെ കുറിച്ച് വന്ന വാർത്തകൾ നിങ്ങൾക്ക് കാണാം. എന്നെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ അങ്ങനെ വെറുതെ ചെയ്യില്ല. അതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്, ചിന്തിക്കുന്നത്. പിന്നെ സ്ഥിരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അത് അവരെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാനായിട്ടില്ല. ഞാനിത് പറയുന്നത് വല്ലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായി, ആ ഒരൊറ്റ ബുദ്ധിമുട്ടിൻ്റെ പേരിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ നിരാശനായിട്ട് വീട്ടിലിരിക്കരുത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം, സമൂഹത്തിനെ ഫേസ് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ ഇൻട്രോവർട്ടായിട്ട് ഇരിക്കരുത്, അപകർഷതാബോധത്തോടുകൂടി ഇരിക്കരുത്. ഇത് ഞാൻ നിങ്ങളോട് പറയണത്, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ സീറോ ആണ്, സീറോ. എന്നെക്കുറിച്ച് പറയുന്നവർ പറയും അവൻ തെറ്റ് ചെയ്തു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അവർ പറയണ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഞായറാഴ്ച എൻ്റെ ഇടവക പള്ളിയിൽ പോയിട്ട് ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ട്, ഏറ്റവും ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ കുർബാന കണ്ടിട്ടാണ് അവിടെ നിന്ന് ഞാൻ പോകുന്നത്. തല്ലണവർ തല്ലട്ടെ, അങ്ങനെ ചിന്തിക്കണം. തല്ലുവാണോ തല്ല്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ട, നേരിട്ട് ചോദിക്ക്. ആർക്കും ഒന്നും ചോദിക്കാനില്ല, ആർക്കും ഒന്നും പറയാനില്ല. അപ്പം ഇതൊക്കെയാണ് സമൂഹത്തിലെ സാഹചര്യം. അത് ഓരോ പ്രദേശത്തിനനുസരിച്ച് വിഭിന്നമായിരിക്കും, അത്രേ ഉള്ളൂ. ഓരോ ദേശത്തിനനുസരിച്ച് വിഭിന്നമായിരിക്കും, വ്യത്യസ്തമായിരിക്കും. പക്ഷെ സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. മെന്റലി ടോർച്ചർ ചെയ്യുന്നവർ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സുകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളുടെ ഇടയിൽ, കുടുംബങ്ങളിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്യാതറിങ്സ് നടക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ ക്ലബ്ബുകളിൽ, പോടാ പുല്ലേ, അത്രേ ഉള്ളൂ. പോടാ പുല്ലേ എന്നാണ് അവരോട് പറയേണ്ട കാര്യം. നീ പോടാ, നിന്റെ പണി നോക്കടാ എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ പറ്റുന്ന 2 മറുപടികൾ അവർക്കും കൊടുക്കുക. മേലാക്കം വേറെ ആരുടെ പറയാതിരിക്കാൻ. ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നതല്ല, ഇതൊരു നിസ്സാര വിഷയമല്ല ഞാൻ പറയണത്. ഓക്കെ, അപ്പൊ നിങ്ങളത് തിരിച്ചറിയുക. അതിങ്ങനെ കേൾക്കും തോറും നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താൻ തോന്നും. ഞാൻ പറഞ്ഞില്ലേ, 150 പേര് 200 പേര് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അറിയാവുന്നവർ. എഴുതി വെച്ചോ, ലിസ്റ്റ് എഴുതി വെച്ചോ. 800 കോടി ജനങ്ങളിൽ നിങ്ങൾ അറിയുന്നത് വെറും 200 പേരെയാണ്. വെറും 200 പേര്. അല്ലെങ്കിൽ 160 പേരിന്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ പോയിന്റ് ഇട്ടിട്ട് 0.00002 പോയിന്റ് ഇട്ടിട്ട് 5 പൂജ്യം കഴിഞ്ഞിട്ട് 2 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 800 കോടിയുടെ പേഴ്സൻറ്റേജ് ആണ്. ആ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ 160 പേര്, അത്രേ ഉള്ളൂ. ആ തിയറിയാണ് നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ശ്രമിച്ച കാര്യം. ഓക്കെ, താങ്ക് യു.